ഇന്ന് നമ്മൾ പറഞ്ഞിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെയിൻലി ഗ്യാസ്ട്രൈറ്റിസ്, അതായത് നമ്മുടെ ഉദര രോഗ പ്രശ്നങ്ങൾ, വയറിന് വരുന്ന കംപ്ലയിൻസും അതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസുമാണ്. ഒരു ലഘുവായിട്ടുള്ള വിവരണം നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസിനെ കുറിച്ച് പറയാം. അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. ഇപ്പോഴേ ചോദ്യം എഴുതണമെന്നില്ല. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ദഹനക്കേട് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണ്. ദഹനക്കേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ നോർമലി ഉള്ള നമ്മുടെ ദഹനവ്യൂഹത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാമല്ലോ. വായ, തൊണ്ട, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം, ഇങ്ങനെ ഈ ഒരു ട്രാക്റ്റ് പോകുന്നുണ്ട്. സോ ഇതിനകത്ത് വരുന്ന ഏതൊരു പ്രശ്നവും നമുക്ക് ദഹനക്കേടായിട്ട് അനുഭവപ്പെടും. അതായത് നിങ്ങൾക്ക് വായിൽ കുഴപ്പമില്ല, അന്നനാളത്തിലും ആമാശയത്തിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾക്ക് മലശോധന കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് വയറിന് കമ്പനം, അസ്വസ്ഥത, ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ആ ദഹനേന്ദ്രിയ വ്യൂഹത്തിനെ ബാധിക്കുന്ന A to Z കംപ്ലയിൻസിനും ദഹനക്കേട് ഒരു ലക്ഷണമാണ്. ദഹനക്കേടെന്ന് സാധാരണ നമ്മൾ പറയുന്നത് വയറിനകത്ത് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ, ആമാശയത്തിനകത്ത് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടാണ്. ആമാശയത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുന്ന സാധാരണ ആസിഡാണ്. ഈ ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നമുക്കതിൻ്റെ ആ ഒരു pH നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം ആസിഡിക്കാണ്. ഈ ആസിഡിക് pHന് നമുക്ക് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിന് പകരം ആമാശയ ഭിത്തിക്കകത്ത് ഒരു നീർക്കെട്ടുണ്ടാക്കിയാലാണ് നമുക്കതൊരു ആസിഡിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പറയാം. ഹൈപ്പർ ആസിഡിറ്റി എന്ന് പറയുന്ന അവസ്ഥ ഇന്ന് ഒരുപാട് പേർക്ക്, കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഞാൻ കണ്ട കേസാണ്. 13 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്, നെഞ്ചരിച്ചിൽ പൊളിച്ചതായിട്ടുള്ള ഏമ്പക്കം കാരണം ഇരിക്കാൻ വയ്യ. കുട്ടിക്ക് നല്ല കുടവയറുമുണ്ട്, വ്യായാമമൊന്നുമില്ല. കുട്ടി രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം വരും, ഭയങ്കര കളിയാണ്. TV-യിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിലാണ് കളി. പക്ഷേ ദേഹം അനങ്ങിയുള്ള ഒരു പണിയില്ല. വൈകുന്നേരം വന്നിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കും, രാത്രി കിടക്കുന്നതിന് മുമ്പ് നിറയെ ഭക്ഷണം കഴിക്കും, കിടക്കും. കുട്ടിക്ക് വയറ് പരിശോധിച്ച സമയത്ത് അവന് പിത്താശയത്തിൽ കല്ലുണ്ട്. മനസ്സിലാക്കുക, 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് എത്രത്തോളം ദഹനക്കേടുണ്ടാവും. ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഇത്തരത്തിലുള്ള വയറിന്റെ കംപ്ലയിൻസിന്റെ ഒരു 60% ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നോർമലി പോകുന്ന ഒരു ലൈഫ് സ്റ്റൈലിന് നമ്മൾ ഗണ്യമായിട്ടൊരു മാറ്റം വന്നാൽ, ഉദാഹരണത്തിന് നമ്മുടെ ആമാശയത്തിനകത്ത് കിട്ടേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു 3 മണിക്കൂർ കൂടുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം കിട്ടണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ്? രാവിലെകളിൽ നമ്മുടെ തിരക്കേറിയ ജീവിത പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും കഴിച്ചാലായി, ഇല്ലെങ്കിലായി. പലരും ചെയ്യുന്നത് ഉച്ചയ്ക്ക് കൊണ്ടുപോയിട്ടായിരിക്കും കഴിക്കുക. 11 മണിക്ക് കഴിക്കുന്ന ഒരു ചായയും കടിയുമാണ് ഒരുപാട് പേർക്കുള്ള രാവിലത്തെ ഭക്ഷണം. അത് കഴിഞ്ഞിട്ടായിരിക്കും ഉച്ചയ്ക്കുള്ള ഭക്ഷണം. ഉച്ചയ്ക്ക് വയറ് നിറയെ, നമ്മൾ ചോറല്ലേ, വയറ് നിറയെ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറിന് കമ്പനം, ഏമ്പക്കം, കീഴ്വായ് ശല്യം. വൈകുന്നേരം ആയാലും ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നും. ടോയ്ലറ്റിൽ പോയാൽ ഒരല്പം ആശ്വാസം. രാത്രി വീണ്ടും നമ്മുടെ ജോലിയെല്ലാം തീർത്ത് വീട്ടിൽ വരുന്ന വഴിക്കായിരിക്കും നമ്മൾ കിട്ടുന്ന ഭക്ഷണമെല്ലാം മേടിച്ച് ഫ്രഷ് ആയിട്ടുണ്ടാക്കി രാത്രി കഴിക്കുന്നത്. വയറ് നിറയെ നമ്മൾ കഴിക്കും. പലപ്പോഴും ഇത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമോ രാവിലത്തെ ഭക്ഷണമോ, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന്, നമ്മുടെ നാട്ടില് കൂണ് പോലെ ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലുകൾ, തട്ടുകളിൽ നിന്നുള്ള വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ, ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത് ഒരു 3 വയസ്സുള്ള കുട്ടി മുതൽ വയസ്സായവർ വരെ ഇതേ ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താ? ഇന്ന് ഉദര രോഗങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നുകൾ ഇങ്ങനെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വയറിന് മരുന്ന് കൊടുത്ത് ഡോക്ടർമാർ ഇങ്ങനെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വയറിന്റെ പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ കുറയുന്നല്ലാതെ ഒരു ആശ്വാസം, ഒരു മാറ്റം ആർക്കും വരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ KSEBയുടെ ലോഡ് ഷെഡിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോഡ് ഷെഡിങ്ങിന്റെ ടൈമിംഗ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് കട്ടായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലൈവ് കട്ടായി പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലൈവ് നമുക്ക് ഇവിടെ വെച്ച് ആ കട്ടാകുന്ന സമയം വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. പെട്ടെന്ന് ആ സമയത്ത് ബൈ പറയാൻ പറ്റിയില്ലെങ്കിൽ സോറി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഒരു അവസ്ഥ. ചിലർക്ക് വയറിനകത്തുണ്ടാകുന്ന ദഹനക്കേടിന്റെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് എല്ലാ ദിവസവും ആഹാരം കഴിക്കുന്നവർക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവർക്ക് എന്ത് പറ്റും? വയറിന് ഒരു ഇറിറ്റേഷൻ. നമ്മൾ കിട്ടുന്ന സമയത്ത് 4 മണിക്കായിരിക്കും ചോറുണ്ണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വയറ് ടപ്പന കൊണ്ട് വീർത്ത് വരും. പിന്നെ വയറിന് ദഹനക്കേടായി, ബുദ്ധിമുട്ടായി. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആമാശയത്തിലേക്ക് നമ്മുടെ ആസിഡ് സ്പിൽ ചെയ്ത് വരും. അത് അവിടെ ഓൾറെഡി നമുക്ക് എംപ്റ്റി സ്റ്റൊമക്ക് ആണെന്നുണ്ട് ഒരു നീർക്കെട്ടുണ്ടാക്കും. ഈ നീർക്കെട്ട് വന്നിരിക്കുന്ന ഭാഗത്തേക്കായിരിക്കും അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം ചെന്ന് കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് ദഹിക്കണമെന്നില്ല. വയറിനകത്ത് പലവിധ അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാക്കിയെന്ന് വരാം.
ഇതല്ലാതെ നമുക്ക് വയറിനകത്ത് വരുന്ന ചില ബാക്ടീരിയാസ് ഉണ്ട്. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വയറിനകത്ത് ഇങ്ങനെ വിട്ടുമാറാതെ ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ വന്നിട്ട് ഏതെങ്കിലും ഏരിയയിൽ മ്യൂക്കസ് മെംബ്രെയിൻ പോയിട്ട് ചെറിയ മുറിവുകൾ ഫോം ചെയ്തു വരാം. മുറിവുകൾ വയറിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പെപ്റ്റിക് അൾസർ എന്നോ ഗ്യാസ്ട്രിക് അൾസർ എന്നോ പറയാം. അൾസർ വന്നാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്ത് ഒരു അല്പം ഫുഡ് കഴിച്ചാലും വയറ് ടപ്പനം ഉയർത്തു വരും. പിന്നെ വയറിനകത്ത് വല്ലാത്തൊരു അസ്വസ്ഥതയും വെപ്രാളവും കണ്ടുവന്ന് വരാം. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലായി, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നും. ചിലർക്ക് നേരെ തിരിച്ചാണ് ലക്ഷണം. അതായത് വിശന്നിരുന്നു കഴിഞ്ഞാൽ വയറിനകത്ത് സൂചി കുത്തുന്ന പോലെ വേദന, ഓർക്കാനും ബുദ്ധിമുട്ട്. നമ്മുടെ സമൂഹത്തിൽ പലരും രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഓർക്കാനും വിമ്മിഷ്ടം, വേറും വയറ്റിലെ വയറിനകത്ത് വിമ്മിഷ്ടം വരുന്നില്ല. ഇതെല്ലാം നമുക്ക് വയറിന് വരുന്ന അസിഡിറ്റിയുടെ എല്ലാം ഭാഗമാണ്. ഇനി ഇതല്ലാതെ മറ്റു ചിലർക്ക് ലക്ഷണങ്ങളുണ്ട്. വയറിനകത്ത് നിന്നും ആസിഡ് പുളിച്ചത് കെട്ടി മുകളിലേക്ക് വന്ന് തൊണ്ടയ്ക്ക് വരുന്ന ഇറിറ്റേഷൻ. പലർക്കും നെഞ്ചരിച്ചിലായിട്ടായിരിക്കില്ല ഇവർ ഡോക്ടറെ കാണുന്നത്. ഇത്തരക്കാർ ഡോക്ടറെ കാണുന്നത് പലപ്പോഴും ഈ നിങ്ങൾക്ക് വിട്ടുമാറാതെ ചുമ, രാത്രി കിടക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് അസ്വസ്ഥത, ഭയങ്കര കഫം, ചിലർ രാത്രിയിൽ ശ്വാസമുട്ടലായിട്ടായിരിക്കും ഡോക്ടറെ പോയി കാണുന്നത്. ഡോക്ടർ പരിശോധിക്കുമ്പോൾ പറയും ശ്വാസകോശത്തിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് വയറിനാണ് കുഴപ്പം. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒച്ചയടപ്പ്, തൊണ്ടയ്ക്ക് ഭയങ്കര കരകരപ്പ്, ബുദ്ധിമുട്ട്. ഡോക്ടർമാര് ഒരു ലാരിഞ്ചോസ്കോപ്പി നോക്കി കഴിയുമ്പോൾ അവിടെ ചെറിയ നോഡ്യൂൾസും ഇറിറ്റേഷൻ, നമ്മൾ ആസിഡ് വന്ന് വീണ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാണാം. ആസിഡ് തൊണ്ടയിൽ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ അന്നനാളം ഇങ്ങനെയാണ് നോർമലി ഇരിക്കുക. നമ്മുടെ രണ്ട് പാർട്ടായിട്ടുണ്ട്. നമ്മുടെ തൊണ്ടയിൽ അന്നനാളത്തിൽ നിന്നും ആസിഡ്, നമ്മളിങ്ങനെ കിടക്കുന്ന പൊസിഷനിൽ ആസിഡ് നമ്മുടെ ഇങ്ങനെ മുകളിലേക്ക് വന്ന് നേരെ ഈ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ഇവിടെ വന്ന് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് വരും. പലർക്കും, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെ, രാത്രിയിൽ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഇത്തരത്തിൽ നെഞ്ചരിച്ചിൽ, ബുദ്ധിമുട്ടൽ, പുളിച്ചു തകട്ടൽ, തൊണ്ടയ്ക്ക് ഇറിറ്റേഷൻ, വിട്ടുമാറാത്ത ചുമച്ചിട്ട് ഈ വെളുത്ത പത പോലുള്ള കഫം ഇത്തരക്കാർ ഛർദ്ദിക്കുന്നതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം അസിഡിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു വരാം. ചിലർക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം, പ്രത്യേകിച്ച് രാവിലെകളിൽ ഇപ്പോൾ പുട്ട്, ഇടിയപ്പം, അപ്പം, അതായത് അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാലോ, തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാലോ ഭയങ്കര നെഞ്ചരിച്ചിലായിരിക്കും. ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർക്കും ഇത്തരത്തിൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടായിന്ന് വരാം. മറ്റു ചിലർക്ക് അവർ കഴിക്കുന്ന ഭക്ഷണത്തിന് ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് ഈ പ്രശ്നം ഉണ്ടായിന്ന് വരാം. പ്രധാനമായിട്ടും നമ്മൾ ഇപ്പം അമിതമായി എരിവ് ചേർത്ത ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ മുളകിന്റെ പല ടൈപ്പ് നമ്മുടെ നാട്ടിൽ കിട്ടും. അമിതമായിട്ട് കുരുമുളക് ചേർത്ത ഭക്ഷണം, ഇല്ലെങ്കിൽ മുളക് എണ്ണയിൽ വറുത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ചിലർക്ക് നെഞ്ചരിച്ചിലുണ്ടാക്കിയെന്ന് വരാം. പലപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്നും ഫുഡ് വാങ്ങി കഴിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഹോട്ടലുകൾ ഭക്ഷണം പാകം ചെയ്യുന്നത് നിങ്ങൾക്ക് വയറ് നന്നായിരിക്കാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ലാഭത്തിന് വേണ്ടിയാണ്. അതിനെന്താ ചെയ്യുക? എണ്ണ പലപ്പോഴും ഒരിക്കൽ ഉപയോഗിച്ചതിന് റീയൂസ് ചെയ്തു എന്ന് വരാം. റീയൂസ് ചെയ്തിട്ടുള്ള എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും PAH എന്ന് പറയുന്ന ചില രാസ സംയുക്തങ്ങൾ ഇതിനകത്തുണ്ടായി എന്ന് വരാം. ഇത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിട്ടുമാറാതെ ഗ്യാസ്ട്രോയിറ്റിസ്, നെഞ്ചരിച്ചിൽ, ഒരു വട കഴിച്ചാലോ പരിപ്പോട കഴിച്ചാലോ നെഞ്ചരിച്ചിൽ പറയുന്നവരില്ലേ, അത് ഇത്തരത്തിൽ ഈ എണ്ണ പലഹാരങ്ങൾ, എണ്ണയിൽ വറുത്ത് പൊരിച്ച പലഹാരങ്ങൾ ഇടയ്ക്ക് ഈ എണ്ണ കൂടുതലായി ചൂടാകുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ചിക്കൻ ഫ്രൈ വാങ്ങിക്കുന്ന സമയത്ത് ചിക്കൻ ഫ്രൈയുടെ വറുത്ത പൊടി പലരും ചോദിക്കാറുണ്ട്. ഈ പൊടി എന്ന് പറയുന്നത് പലപ്പോഴും ബെൻസൈൽ പൈറേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഇതും പലർക്കും നെഞ്ചരിച്ചിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്ന് വരാം. ഇങ്ങനെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഇല്ലായ്മ നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ ഉണ്ടാക്കിയെന്ന് വരാം. മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഇപ്പോൾ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചാൽ അതിനിപ്പോൾ അത്യാവശ്യം ചിക്കനോ മട്ടണോ ഒക്കെ ആണെങ്കിൽ അതോടൊപ്പം കുറച്ച് സാലഡ്സും കൂടെ പല ഹോട്ടലിലും തരാറുണ്ട്. നമ്മൾ സാലഡ്സ് എല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ ഭക്ഷണം മാത്രം കഴിക്കും. സാലഡ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ വയറിനകത്തുണ്ടാകുന്ന ആസിഡിനെ വലിച്ചെടുത്ത് അമിതമായി ആസിഡിറ്റി, നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള നല്ലൊരു മരുന്നാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കാതിരുന്നാലും നിങ്ങൾക്ക് വിട്ടുമാറാതെ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് വരാം. ഇത് കൂടാതെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അസിഡിറ്റിയുടെ ഒരു കാരണമാണ് അമിതമായിട്ടുള്ള ടെൻഷൻ. അമിതമായ ടെൻഷൻ, മാനസിക പിരിമുറുക്കം, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പുളിച്ചു തകട്ടൽ, ഏമ്പക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. അമിതമായിട്ടുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഗ്യാസ്ട്രോപരേസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഇത് ആമാശയത്തിൽ നിന്നും അത്യാവശ്യം ദഹിച്ച് ഇത് അടുത്ത ചെറുകുടലിലേക്ക് നീങ്ങേണ്ട ഒരു സമയമാണ്. എന്നാൽ ചിലർക്ക് ഗ്യാസ്ട്രോപരേസിസ് ഉണ്ടായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കൃത്യസമയത്ത് നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഭക്ഷണം ദഹിച്ച് അടുത്ത ഭാഗത്തേക്ക് പോകത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഭക്ഷണം, ദഹിച്ച ഭക്ഷണമാണെങ്കിൽ വയറിനകത്ത് കിടന്ന് പുളിച്ച് കിടന്ന് നമുക്ക് നെഞ്ചരിച്ചിലും പുളിച്ചു തേട്ടലും ഏമ്പക്കവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
ഈ ഗ്യാസ്ട്രോപരൈസിസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. അമിതവണ്ണം കൂടാതെ അന്നനാളവും ആമാശയവും തമ്മിൽ തിരിക്കുന്ന സ്ഫിങ്ക്ടർ പോലെ തന്നെ ആമാശയവും ഈ ചെറുകുടലും തമ്മിൽ തിരിക്കുന്നിടത്ത് ചെറിയ സ്ഫിങ്ക്ടർ ഉണ്ട്. ഈ സ്ഫിങ്ക്ടർ വളരെ ടൈറ്റ് ആയിരുന്നത് സംഭവിക്കാറുണ്ട്. വിട്ടുമാറാതെ അസിഡിറ്റി ഉള്ളവർക്ക് ഈ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് ഗ്യാസ്ട്രോപരൈസിസിന്റെ കാരണം എന്ന് പറയുന്നത് പ്രമേഹ രോഗമാണ്. പ്രമേഹ രോഗമുള്ളവരിൽ സംഭവിക്കാം. അമിതമായി ടെൻഷൻ ഉള്ളവരിലും ഗ്യാസ്ട്രോപരൈസിസ് സംഭവിക്കും. അതായത് നിങ്ങൾക്ക് ഭക്ഷണം വയറിനകത്ത് ദഹിച്ചാലും അടുത്ത ഭാഗത്തേക്ക് പോകാതെ അവിടെ കിടന്ന് പുളിച്ചതായിട്ടുണ്ടാക്കി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് വരാം. ഇതുകൂടാതെ ചെറുകുടലിന് വരുന്ന പലവിധ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് പിത്തരസത്തിന്റെ കോൺസെൻട്രേഷനിൽ വരുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പിത്തരസത്തിന്റെ ഒരു പിത്താശയത്തിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾക്ക് ഈ ദഹനക്കേട് വന്നു എന്ന് വരാം. ഇതുകൂടാതെ നിങ്ങൾക്ക് പാങ്ക്രിയാസിന്റെ അതിനകത്തുള്ള ഒരു പ്രോബ്ലം, ഇപ്പോൾ പാങ്ക്രിയാറ്റിക് ജ്യൂസസ്, പാങ്ക്രിയാറ്റിക് അമൈലേസ്, ലിപ്പേസ് തുടങ്ങിയിട്ടുള്ള എൻസൈമുകളുടെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ, പാങ്ക്രിയാറ്റൈറ്റിസ് പോലെ പാങ്ക്രിയാസിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാലോ, നിങ്ങൾ കൊഴുപ്പ് ചേർന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ തന്നെ വയറ് ടപ്പന വീർത്ത് വരിക, ഇറിറ്റേഷൻ, ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം. അമിതമായിട്ട് ടെൻഷൻ ഉള്ളവർക്ക് കൂടുതലും ഇത്തരത്തിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പുളിച്ചതായിട്ട് നെഞ്ചിൽ കയറുക, ഗ്യാസ് നെഞ്ചിൽ കയറി ശ്വാസം മുട്ടും, ഞാൻ എനിക്കിപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരുമേ, ആശുപത്രിയിൽ എത്തിച്ചോണേ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകുമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇതും പലപ്പോഴും ഈ ഗ്യാസ് കയറിയിട്ടുണ്ടാകുന്നതാണ്. ആസിഡിറ്റിയാണ് ഇതിന്റെ പലപ്പോഴും കാരണമായിട്ട് വരിക. ഇതുകൂടാതെ ഉറക്കക്കുറവ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ രാത്രിയിൽ പലപ്പോഴും ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉണർന്നിരിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും 11 മണി കഴിഞ്ഞ് ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചതായിട്ടുള്ള പോലുള്ള പ്രശ്നങ്ങൾ വരാം. പലപ്പോഴും വളരെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു പോകുന്ന ആൾക്കാർ, വയറിന്റെ മുകളിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ വെച്ച് വലിച്ചു മുറുക്കുന്ന ആൾക്കാർക്ക് വയറിന്റെ മുകളിൽ പ്രഷർ വന്നിരുന്നാലും ഇത് ദഹനക്കേട്, അസിഡിറ്റി, നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അമിതവണ്ണം, അതായത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടായി ഉണ്ടാകുന്ന വിസറൽ ഫാറ്റ് വല്ലാണ്ട് കൂടുന്ന ഒരവസ്ഥ, പൊണ്ണത്തടി ഉള്ളവർക്കും വിട്ടുമാറാതെ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പുളിച്ചതായിട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിന്ന് വരാം. എത്ര കാരണങ്ങളാണ് നെഞ്ചരിച്ചിലിന് ഞാനിപ്പോൾ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്തണം. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു ചിട്ട ഉണ്ടാകണം. ഒരു ദിവസം 2.5 മണിക്കൂർ ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കലക്കിയ വെള്ളം വേണമെന്നില്ല. നിങ്ങൾ ഒരു 2-2.5 ഗ്ലാസ് വെള്ളം ഏറ്റവും കുറഞ്ഞത് കുടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചരിച്ചിൽ കുറയ്ക്കുന്ന, ദഹനക്കേട് മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിനാണ്. കണ്ടിന്യൂസ് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത്. രണ്ടാമത്തത്, ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എണ്ണ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക. കഴിയുന്നത്ര ഏത് ഭക്ഷണം കഴിച്ചിരുന്നാലും അതോടൊപ്പം കുറച്ച് സാലഡുകൾ ഉൾപ്പെടുത്താൻ നോക്കുക. നമ്മുടെ ഒരു ഭക്ഷണശൈലത്തിൽ നമുക്ക് ഈ സാലഡുകൾ എന്ന് പറയുന്നത് അത്ര പിടിക്കുന്ന കാര്യമുള്ള, ഇലക്കറികൾ കൂടെ കഴിക്കാൻ പറഞ്ഞാൽ, ഇപ്പം ലെറ്റ്യൂസ് പോലുള്ള ലീവ്സ് കൂടെ കഴിക്കാൻ പറഞ്ഞാൽ ആരും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫൈബർ എന്ന് പറയുന്നത് സവാളയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾ അതോടൊപ്പം കഴിക്കുക. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ഇപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തി ആയിക്കോട്ടെ, അതോടൊപ്പം കുറച്ച് സവാള അരിഞ്ഞ് കഴിക്കുക. ഇത് വയറിനകത്തുള്ള ആസിഡിറ്റി കുറയ്ക്കുന്നതിനും മലശോധന ശരിയാക്കുന്നതിനും സഹായിക്കും. ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതോടൊപ്പം ഒരല്പം ഫൈബർ കൂടെ കഴിക്കുന്നത് നിങ്ങൾക്ക് ദഹനക്കേട് കുറയ്ക്കുന്നതിൻ്റെ ഗണ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ഭക്ഷണത്തിനകത്ത് നിങ്ങൾ ഈ മസാല ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. കരിച്ച് മുരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ഗ്രില്ല് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു ട്രെൻഡാണ്. ഗ്രില്ല് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. പലപ്പോഴും അറബി നാടുകളിൽ അറബികൾ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഭക്ഷണമാണല്ലോ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളും അതൊക്കെ തന്നെ കഴിക്കും. പക്ഷേ അറബികൾ കഴിക്കുന്നത് ശ്രദ്ധിക്കുക. അവര് ഒരു കഷണം ഗ്രില്ല് ചെയ്തിട്ടുള്ള ഇറച്ചി പറിച്ച് കുറേ ഇലകളോടുകൂടി ചുരുട്ടിയാണ് ഇവർ കഴിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഇല കൊണ്ട് വെച്ചാൽ നമ്മൾ ഇല തൂത്ത് സൈഡിലേക്ക് കളഞ്ഞിട്ട് ഈ ഇറച്ചി മാത്രം എടുത്ത് കഴിക്കും. ദഹനക്കേടും വയറിന് ബുദ്ധിമുട്ടും പൈൽസും പോലുള്ള ബുദ്ധിമുട്ടും പിടിപെടും. അതുകൊണ്ട് ഇറച്ചി വിഭവങ്ങൾ കഴിക്കുന്നവർ ദയവായി അതോടൊപ്പം ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ കുരുമുളക് പോലുള്ള മസാല ചേർന്നുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക. ഇന്നത്തെ കാലത്ത് യൂട്യൂബ് തുറന്നാൽ ഒറ്റമൂലി മുട്ടി നടക്കാൻ പറ്റത്തില്ല. എല്ലാവരും ഒറ്റമൂലി കഴിക്കാൻ പറയുന്നത് രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് കുടിക്കുക, അങ്ങനെയാണ് പറയുന്നത്. ചെയ്യുമ്പോഴുള്ളൊരു കുഴപ്പമുണ്ട്. പലപ്പോഴും നമ്മൾ ഈ നാരങ്ങ പോലുള്ള സാധനങ്ങൾ ചേർത്ത് ഒറ്റമൂലി ഉണ്ടാക്കി വെറും വയറ്റിൽ കഴിക്കാൻ പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അസിഡിറ്റിയെ ട്രിഗർ ചെയ്തെന്ന് വരാം. രാവിലെ വെറും വയറ്റിൽ നല്ല പുളിച്ച്, പ്രത്യേകിച്ച് സിട്രിക് ആയിട്ടുള്ള, അതായത് നാരങ്ങ,
ഓറഞ്ച് പോലുള്ള, മുന്തിരി പോലുള്ള, പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ്, അതിപ്പോൾ ജ്യൂസ് ആക്കിയാലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ടോ നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് അസിഡിറ്റി ട്രിഗർ ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ, ദഹനക്കേട് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യും. ഇത്തരത്തിലുള്ള പഴവർഗ്ഗങ്ങളെല്ലാം നല്ലതാണ് 2 ഭക്ഷണങ്ങളുടെ ഇടയ്ക്കുള്ള സമയത്ത് കഴിക്കാൻ. ഒരു 11 മണിക്ക് കഴിക്കാനായിട്ട് നോക്കുക. കഴിയുന്നത്ര അമിതമായി ഉപ്പുള്ള, അമിതമായി മധുരം, അധികം എരിവ്, അധികം കയ്പ്, അധികം പുളിപ്പ്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം ഇൻ ബിറ്റ്വീനുള്ള സമയത്ത് മാത്രം കഴിക്കുക. വെറും വയറ്റിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക. പലരും ചെയ്യുന്നത് രാവിലെ ഒരു 5 മണിക്ക് ഉണർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ 9 മണിയാവണം. പലരും പറയുന്നത് ഞാൻ രാവിലെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും. പക്ഷേ ചോദിക്കുമ്പോൾ പറയുന്നത് രാവിലെ 5 മണിക്ക് ഉണരും, 9 മണിക്ക് ആഹാരം കഴിക്കത്തുള്ളൂ. രാവിലെ ഉണർന്ന് 4 മണിക്കൂർ വെറും വയറ്റിലിരുന്ന് കഴിഞ്ഞാൽ ഇത് തന്നെ അസിഡിറ്റിയും നെഞ്ചരിച്ചിലും ഉണ്ടാക്കും. ഏറ്റവും നല്ലത് രാവിലെ ഉണർന്നുടനെ എന്തെങ്കിലും ഒരു ഭക്ഷണം വെറും വയറ്റിൽ കഴിക്കാൻ നോക്കുക. അസിഡിറ്റി ഉള്ളവർക്ക് ഏറ്റവും നല്ലത് ഇപ്പം നമ്മൾ നട്ട്സ് എന്തെങ്കിലും വെറും വയറ്റിൽ കഴിക്കുക, പഴങ്ങൾ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് നോക്കുക. അതേപോലെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ഒരു പീസ് ബ്രെഡോ വെറും വയറ്റിൽ കഴിക്കാൻ നോക്കുക. പലരും വിചാരിക്കുക അയ്യോ മൈദയല്ലേ വെറും വയറ്റിൽ കഴിച്ചാൽ പ്രോബ്ലം അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമുക്ക് ഈ ഒരു രക്ഷയും ഇല്ലെങ്കിലാണ് ഞാൻ ബ്രെഡോ ബന്നോ കഴിക്കാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ നല്ലത് നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം രാവിലെ വെറും വയറ്റിൽ കഴിക്കാനായിട്ട് നോക്കുക. ഇതും നമുക്ക് ഈ അസിഡിറ്റി കുറയ്ക്കാൻ നല്ലത്. ഏറ്റവും നല്ലത് നമുക്ക് ഏത്തപ്പഴമൊക്കെ ഇല്ലേ, പുഴുങ്ങിയിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു ഏത്തപ്പഴം ഒരു മുട്ടയും കഴിക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 9 മണിക്കോ 10 മണിക്കോ അടുത്ത ഫുഡ് കഴിച്ചോളൂ, പ്രോബ്ലം ഇല്ല. പക്ഷേ ഈ പറഞ്ഞ രീതിക്കുള്ള ഭക്ഷണക്രമം പാലിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഒരു 2.5-3 മണിക്കൂർ ഗ്യാപ്പിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. രാത്രി ഏറ്റവും നല്ലത് ഒരു 7 മണിക്ക് മുൻപ് ഭക്ഷണം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് രാത്രിയുള്ള ഭക്ഷണം ദഹിച്ച് പോയി കഴിഞ്ഞാൽ സമാധാനമായി സ്വസ്ഥമായി കിടന്നുറങ്ങാം. രാത്രിയിൽ വിട്ടുമാറാതെ നെഞ്ചരിച്ചിൽ, രാത്രിയിൽ ചുമ, രാത്രിയിൽ കൂർക്കം വലി, സൈനസൈറ്റിസ് വിട്ടുമാറാതെ നിൽക്കുന്നത്, അലർജി വിട്ടുമാറാതെ നിൽക്കുന്നതിനെല്ലാം രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു കാരണമാണ്. യാതൊരു കാരണവശാലും രാത്രി 11 മണി കഴിഞ്ഞ് ഫുഡേ കഴിക്കരുത്. നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് രാത്രി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ്. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഏതൊരു മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവർക്ക് ദഹനക്കേട്, ബുദ്ധിമുട്ട്, അസിഡിറ്റി എല്ലാം ഉണ്ടായിന്ന് വരാം. കാരണം രാത്രി ഉണർന്നിരുന്ന് പകൽ ഉറങ്ങുന്നത് അവരുടെ മൊത്തത്തിൽ എൻറ്റയർ സിസ്റ്റത്തിനെ ബാധിക്കും. ഇത് അവർക്ക് പലപ്പോഴും അസിഡിറ്റിയും കോൺസ്റ്റിപ്പേഷൻ, പൈൽസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കിയെന്ന് വരാം. രാത്രി ഉണർന്നിരിക്കുന്ന സമയത്ത് അധികം ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു രീതിക്ക് മാത്രമല്ല വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് കഴിച്ച ഭക്ഷണവും ദഹിക്കാനായിട്ട് സഹായിക്കും. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും കൃത്യമായി വ്യായാമം ചെയ്യുന്നവർ കല്ല് കഴിച്ചിരുന്നാലും അത് ദഹിക്കുമെന്ന് പറയും. ഇതിന്റെ അർത്ഥം കല്ല് കഴിക്കണമെന്നല്ല. നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. മാത്രമല്ല പലപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു ശീലമുള്ളവരാണ്. നമ്മളിൽ പലരും ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം രാവിലെ എടുത്ത് പുറത്ത് വെച്ച് ചൂടാക്കി വയ്ക്കും, ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ മനസ്സിലാക്കുക, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിനകത്ത് നമ്മൾ പുറത്ത് ഒരല്പസമയം വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ബാക്ടീരിയ പെരുകാൻ തുടങ്ങും. ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ ഒരു ഡോർമൻ സ്റ്റേജിൽ പോലെ ബാക്ടീരിയകൾ നശിക്കില്ല. രാവിലെ നമ്മൾ പുറത്തെടുത്ത് ഉച്ചവരെ പുറത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വല്ലാണ്ട് ബാക്ടീരിയകൾ പെറ്റുപെരുകയും ഇത് നിങ്ങൾക്ക് നെഞ്ചരിച്ചില്, പൊടിച്ചതേട്ടില്, വയറിന് കേട്, ദഹനക്കേട് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം പുറത്തെടുത്ത്, ഇപ്പം അധികം ചൂട് വേണ്ടാത്ത ഭക്ഷണമാണെങ്കിൽ പുറത്തെടുത്ത് തണുപ്പായിട്ട് തന്നെ കഴിക്കുക. അതല്ലെങ്കിൽ ചൂടാക്കുക. ചൂടാക്കിയിട്ട് അപ്പോൾ തന്നെ വിത്തിൻ ഒരു 15 മിനിറ്റ് കഴിക്കാൻ നോക്കുക. പുറത്ത് നിങ്ങൾ കഴിക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് മാത്രമേ ആ ഭക്ഷണം പുറത്തെടുത്ത് വെക്കാവുള്ളൂ. ഈ പറഞ്ഞ രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാം. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മലശോധന കറക്റ്റ് ആക്കുക എന്നുള്ളത്. ഒരു ദിവസം രാവിലെ 6 മണി, വേറൊരു ദിവസം രാവിലെ 8 മണി, അതിന്റെ പിറ്റേ ദിവസം ഇപ്പം ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അന്നത്തെ ദിവസം ടോയ്ലറ്റ് അവധി, കക്കൂസ് അവധി, ആ ഏരിയയിലേക്ക് പോകത്തില്ല. ഇങ്ങനെ മലശോധന കൃത്യമല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദഹനക്കേടും ബുദ്ധിമുട്ടും തന്നെ ആയിരിക്കും അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക. മലശോധന കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഹോസ്റ്റലിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും ഇവരെ ടോയ്ലറ്റിൽ പോകുന്നത് തന്നെ. ഇത്തരം ആൾക്കാർക്ക് ഒരുപക്ഷെ എന്ത് കഴിച്ചിരുന്നാലും വയറ് കമ്പനം, ബുദ്ധിമുട്ട്, പുളിച്ചതായിട്ടുള്ള ഇവർ ആഹാരം കഴിച്ചിരുന്നാലും മെലിഞ്ഞ് വരും. ചിലതിന്റെ അബ്സോർപ്റ്റീവ് സിസ്റ്റത്തിന് വരുന്ന പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് മലശോധന കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം ഡെയിലി കുടിക്കുക. ഡെയിലി ഒരു 3 ലിറ്ററിനടുത്ത് വെള്ളം കുടിക്കുക. കൃത്യസമയത്ത് ടോയ്ലറ്റിൽ പോവുക. പച്ചക്കറികൾ, ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഈ എണ്ണ പലഹാരങ്ങൾ, കരിച്ചു മുരിച്ച ഭക്ഷണങ്ങളുടെ അളവ് പൂർണ്ണമായിട്ട് കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. പലപ്പോഴും വിട്ടുമാറാതെ അസിഡിറ്റി നെഞ്ചരിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കരളിൻ്റെ ആരോഗ്യം നോർമലാണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് അൾസർ ഉണ്ടോ എന്ന്, വയറിനകത്ത് അൾസർ ഉണ്ടോ എന്ന് പരിശോധിക്കണം. വയറിനകത്ത് അൾസർ ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് സിമ്പിളായിട്ട് ഇന്നിപ്പോൾ നമുക്ക് വായിലൂടെ ഒരു ചെറിയൊരു നേർത്ത ഒരു ട്യൂബ് കടത്തി വയറിനകത്ത് കൃത്യമായി നോക്കുന്ന നമുക്ക് ഗ്യാസ്ട്രോസ്കോപ്പി പോലുള്ള ടെസ്റ്റിംഗ് മെത്തേഡുകൾ ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിഡിറ്റിയോ അൾസറോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ രക്തത്തിൽ തന്നെ ഈ എച്ച് പൈലോറി എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന, അവരുടെ ആന്റിബോഡികൾ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള എച്ച് പൈലോറി, IgG, IgM പോലുള്ള ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇത്തരം ടെസ്റ്റുകൾ സ്വയം ലാബിൽ പോയി നോക്കാനല്ല, ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ നിങ്ങൾക്ക് പോയി പരിശോധിച്ചാലും നിങ്ങൾക്ക് ഈ ബാക്ടീരിയൽ ടെൻഡൻസി ഉണ്ടോ, അൾസറിന്റെ ടെൻഡൻസി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നെഞ്ചരിച്ചിലും പൊടിച്ചതായിട്ടും നമുക്ക് നോർമലാക്കി കൊണ്ടുപോകാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് വയറിനൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ ഫാറ്റി ലിവർ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാം. പാങ്ക്രിയാസിന്റെ ഫംഗ്ഷനിങ് നോർമലാണോ എന്ന് നോക്കാം. പിത്താശയത്തിൽ കല്ലുണ്ടോ എന്ന് പരിശോധിക്കാൻ അറിയാൻ സാധിക്കും. കാരണം ഈ പറഞ്ഞ കണ്ടീഷൻ എല്ലാം തന്നെ കാണിക്കുന്ന ലക്ഷണം ദഹനക്കേടിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗ്യാസിന്റെ ഗുളിക വാങ്ങി കഴിക്കാനായിട്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഗ്യാസിന്റെ മരുന്ന് കഴിക്കുന്ന ഏതൊരാൾക്കും ചോദിച്ചു നോക്കുക, മരുന്ന് കഴിക്കുമ്പോൾ കുറവുണ്ട്, പക്ഷെ അത് നിർത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. രാവിലെ ഉച്ചയ്ക്കും എല്ലാം വെറും വയറ്റിലൊരു ഗുളിക കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത്തരക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരക്കാർ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഈ പറഞ്ഞ ജീവിത രീതിയിൽ മാറ്റം വരുത്താൻ തയ്യാറല്ല. ഭക്ഷണത്തിന്റെ ഒപ്പം മരുന്ന് കഴിച്ച് ജീവിക്കുന്ന ഒരു ശൈലി ആയതുകൊണ്ടാണ് ഒരിക്കലും ഇവർക്ക് രോഗങ്ങൾ മാറാത്തത്. ഹോമിയോപ്പതിയിൽ ഗ്യാസ്ട്രൈറ്റിസിന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ മാറാൻ സഹായികൾ അണിയാനായിട്ട് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നതും സ്ട്രെസ് കുറയ്ക്കുക എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്യാസ്ട്രോപരൈസിസ്, നമ്മുടെ ആമാശയത്തിൽ കൂടുതൽ നേരം ഭക്ഷണം നിന്നിട്ട് ദഹിക്കാൻ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർ, ഇത്തരക്കാർ കൂടുതലും കാണുന്നത് പ്രമേഹ രോഗികളിൽ, അമിതവണ്ണം ഉള്ളവരിൽ, അമിതമായിട്ട് ടെൻഷൻ ഉള്ളവരിൽ. ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, അതായത് അമിതമായിട്ട് ടെൻഷനുണ്ട്, നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട്, വിട്ടുമാറാതെ അസിഡിറ്റി നെഞ്ചരിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഏത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും നിങ്ങൾ നിവർന്നിരുന്നതിന് ശേഷം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യേണ്ടത് നിവർന്നിരുന്ന ശേഷം 3 സെക്കൻഡ് കൊണ്ട് മൂക്കിലൂടെ പെട്ടെന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു കയറ്റുക. ഇങ്ങനെ വലിച്ചതിന് ശേഷം ഒരു 6 മുതൽ 8 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കരുത്, പുറത്തേക്ക് വിടരുത്, സ്റ്റേബിൾ ആയിട്ട് പിടിക്കുക. അതിനുശേഷം മൂക്കിലൂടെ വളരെ പതിയെ, എത്രത്തോളം പതിയെ, ഒരു 6 മുതൽ 8 സെക്കൻഡോടെ മൂക്കിലൂടെ പുറത്തേക്ക് വിടാനായിട്ട് ശ്രമിക്കുക. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആമാശയത്തിന് ചുറ്റുമുള്ള മസിലുകൾ നന്നായിട്ട് റിലാക്സ് ആവും, നെഞ്ചിന്റെ ഭാഗത്തെ മസിലുകൾ റിലാക്സ് ആവും. ഈ ഒരു വ്യായാമം 2 or 3 തവണ ആവർത്തിച്ചതിന് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ മസിലുകൾ വലിഞ്ഞു മുറുകി ടെൻഷൻ കാരണം ഉണ്ടാകുന്ന അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പൊടിച്ചുതട്ടൽ പോലുള്ളവ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പലരും വളരെ കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്, പാല് ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാകുമോ, നെഞ്ചരിച്ചിൽ ഉണ്ടാകുമോ എന്ന്. പാല് ഒരുപാട് പേരിൽ ഈ അസിഡിറ്റി പ്രശ്നം ഉണ്ടാക്കും. കാരണം പാലിനകത്തുള്ള ലാക്ടോസ് എന്ന് പറയുന്ന ഈ അതിനകത്തുള്ള ഷുഗറിനെ ദഹിപ്പിക്കാനുള്ള ശേഷി മനുഷ്യർക്കില്ല. പ്രത്യേകിച്ച് ഏഷ്യയിൽ ജീവിക്കുന്ന ഏഷ്യൻസിന് ഏകദേശം 90% പേർക്കും ഈ വയറിനകത്ത് വരുന്ന ഈ നമുക്ക് ഈ പാലിനകത്തുള്ള ഷുഗറിനെ ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല. ഇത് പലപ്പോഴും കുടലിലേക്ക് പോയിട്ടായിരിക്കും ദഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഈ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്നത് എന്താ, പാല് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാല് ചേർത്ത ചായ കുടിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പൊടിച്ചുതട്ടൽ, വയറിന് കമ്പനം, കീഴ്വായു ശല്യം, ഇങ്ങനെ എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്തരക്കാര് പാല് ചേർന്നിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കിയിട്ട് മോര് ചേർന്നിട്ടുള്ള, തൈര്, മോര്, നെയ്യ്, വെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുക. കാരണം നിങ്ങളിപ്പോൾ യോഗേർട്ട്, അതായത് നമ്മുടെ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ആണ്. യോഗേർട്ട് നിങ്ങൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലിനേക്കാൾ ഡബിൾ അല്ലെങ്കിൽ 3 ഇരട്ടി ഗുണങ്ങൾ കിട്ടും. ആവശ്യത്തിന് പ്രോട്ടീനും ഉണ്ടാവും, ആവശ്യത്തിന് അതിന്റെ ഗുണങ്ങളും ഉണ്ടാവും. പലപ്പോഴും ആരോഗ്യത്തിന് വേണ്ടിയിട്ടെന്ന് കരുതിയിട്ട് പാല് കുടിക്കുന്നവർ 1 സെക്കൻഡ് നോക്കി നിങ്ങൾക്ക് ഇത് ദഹിക്കുമെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കുടിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ദഹിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ മാറ്റി തൈര്, മോര് പോലുള്ള ഈ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ചേർത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സാധാരണഗതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആസിഡിറ്റിയും പുളിച്ചുതട്ടലും പോലുള്ള ബുദ്ധിമുട്ടുകൾ മരുന്നില്ലാതെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഇത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് എക്സാക്ട് പ്രോബ്ലം നോക്കി അതിന്റെ മരുന്നുകൾ കഴിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഹോമിയോപ്പതിയിലെല്ലാം തന്നെ ഇതിന് ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ നല്ലൊരു 1 or 2 മാസം കഴിച്ചാൽ തന്നെ ഇത് പൂർണ്ണമായി
പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈലാണ്. ഏതൊരു ഡോക്ടറെ കണ്ടാലും ഉള്ള അസുഖം മാറ്റി തരാനേ ഡോക്ടർമാർക്ക് പറ്റുള്ളൂ. കൈയിരിപ്പ് ശരിയല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതേ ബുദ്ധിമുട്ടുകളായിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ എന്തൊക്കെയാണ് നെഞ്ചരിച്ചിലെന്നും ഏമ്പക്കവും ബാക്കി ബുദ്ധിമുട്ടുകളെന്നും ദഹനക്കേടെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുക. ഹായ് സർ, അഞ്ജന രഞ്ജിത്ത്. എനിക്ക് SGPT SGOTയും കൂടുതലാണ്. എന്നാൽ ഞാൻ ലിക്കർ യൂസ് ചെയ്യാറില്ല. ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ 1 മാസത്തിൽ 48 ആയി. എന്തുകൊണ്ട് ഇത് അനുഭവപ്പെടുന്നു എന്ന് പറയാമോ? നമുക്ക് അഞ്ജന ഇതിനകത്ത് മെയിൻ പ്രശ്നം SGOT SGPT എന്ന് പറയുന്നത് കരളിനകത്ത് ഉണ്ടാകുന്ന 2 എൻസൈംസ് ആണ്. ഇത് യൂഷ്വലി കരളിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കരളിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഈ ഉണ്ടാകുന്ന ഈ എൻസൈമുകളെ കരളിന് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഈ എൻസൈമുകൾ നമ്മുടെ രക്തത്തിൽ അതിന്റെ സാന്നിധ്യം കാണിക്കും. അങ്ങനെയാണ് നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ SGOT SGPT ലെവൽ കൂടിക്കാണുന്നത്. കരളിന്റെ പ്രവർത്തനം നോർമലാക്കാൻ ചെയ്യേണ്ടത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് ഉപയോഗിക്കും, ക്വാളിറ്റിയുള്ള വാച്ച്, ക്വാളിറ്റിയുള്ള ഫോൺ നോക്കും. കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ എന്താണ് നിങ്ങൾ ഇതേ ക്വാളിറ്റി ഒന്നും നോക്കാത്തത്? ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടും. ഭക്ഷണത്തിന്റെ അളവ് പകുതിയായിട്ട് കുറയ്ക്കുക. എപ്പോഴും നമ്മൾ പഴയ കാലത്തായിരുന്നു, പട്ടിണിക്കാലം ആയിരുന്നു പണ്ട് 60കളിൽ 70കളിലെങ്കിൽ. ഇപ്പോൾ നമ്മൾ എല്ലാവരും നേരിടുന്ന പ്രശ്നം ഓവറായിട്ടുള്ള ഫുഡിങ് ആണ്. പേരിന് മാത്രം ആഹാരം കഴിക്കുക, കൃത്യമായി വ്യായാമം ചെയ്യുക, കൃത്യമായിട്ട് ഉറങ്ങുക. ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ SGOT SGPT ലെവലിൽ നമുക്ക് നോർമലാക്കാൻ സാധിക്കും. എപ്പോഴും മരുന്നുകൾ കഴിക്കുമ്പോൾ SGOT SGPT നോർമലാകും. നിർത്തുമ്പോൾ കൂടുന്നതിന് കാരണം ലൈഫ് സ്റ്റൈല് കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും അത് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തോളൂ, ഗുണകരമാണ്. IBS ക്രോൺസിന് ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഉണ്ടോ? സതീഷ് കുമാർ. ഉണ്ട്, ഹോമിയോപ്പതി എഫക്റ്റീവ് ആണ് അതിന്. എൻ്റെ മകന് എപ്പോഴും വയറുവേദനയാണ്, നെഞ്ചരിച്ചിൽ എപ്പോഴും കാണും, മത്സ്യം കൂട്ടത്തില്ല, 18 വയസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 18 വയസ്സിലൊക്കെ നമുക്ക് കല്ല് പോലും കഴിച്ചാൽ ദഹിക്കുന്ന പ്രായം എന്ന് പറയുന്നത്. ഈ പ്രായത്തിൽ നെഞ്ചരിച്ചിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈഫ് സ്റ്റൈലിന് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അസിഡിറ്റിക്ക് മറ്റു പല കാരണങ്ങൾ, അമിതമായിട്ട് പഠനത്തിന്റെ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ വരാം. രാത്രി ഉറക്കൊഴിഞ്ഞിരിക്കുന്ന ഏകദേശം 70-80% കുട്ടികൾക്ക്, രാത്രി ലേറ്റായിട്ടിരുന്ന് ഗെയിമും കളിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അസിഡിറ്റി വിട്ടുമാറാതെ വന്നു എന്ന് വരാം. മലശോധന ശരിയാക്കാനായിട്ട് പറയുക. പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്റർ ഗ്യാസ് പ്രോബ്ലം, ഇത് പ്രഗ്നൻ്റ് ആവുന്ന ലേഡീസിന് ഒരുപാട് പേർക്കുള്ള പ്രോബ്ലമാണ്. കാരണം നമ്മുടെ അരക്കെട്ടിനകത്ത്, യൂട്രസിനകത്ത് പുതിയൊരു ജീവൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതിന് സമയമെടുക്കും. രണ്ടാമത്തെ പ്രോബ്ലം, നമ്മുടെ വയറിന്റെ ഏരിയയിൽ പുതിയ ഒരു കുഞ്ഞ് രൂപാന്തരപ്പെട്ട്, കുഞ്ഞ് ഇരിക്കുന്നത് പെൽവിസിന്റെ അകത്ത് നിന്നും കുഞ്ഞ് വളരുമ്പോൾ മുകളിലേക്ക് നമ്മുടെ വയറിന്റെ ഏരിയയിലേക്കാണ് വരുന്നത്. ഈ കുഞ്ഞ് വളരുന്നതിന്റെ പ്രഷർ, യൂട്രസ് ഒക്കെ വലുതായി വരുമ്പോൾ മുകളിലേക്ക് ഒന്ന് പ്രഷർ ചെലുത്തുന്നത് കൊണ്ടും പലപ്പോഴും അസിഡിറ്റി, ഗർഭിണികളിൽ വിട്ടുമാറാതെ അസിഡിറ്റി വരുന്നതിന്റെ കാരണം അതാണ്. അത് നമുക്ക് ഗർഭാവസ്ഥയിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഇത് കൂടാതെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, പ്രോബയോട്ടിക് ഫുഡ് കഴിച്ചാൽ ഗ്യാസ് ട്രബിൾ, അൾസർ ഡിസീസ് മാറുമോ? നല്ല പ്രോബയോട്ടിക് ഫുഡ് സജസ്റ്റ് ചെയ്യുമോ? സിനീഷ് ചോദിക്കുന്നു. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് വളരുന്ന ബാക്ടീരിയകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോബയോട്ടിക്, പ്രീബയോട്ടിക് ഭക്ഷണങ്ങളുണ്ട്. പ്രീബയോട്ടിക് ഭക്ഷണങ്ങളിൽ പെട്ടതാണ് നമ്മുടെ നാട്ടിലുള്ള പയർ, കടല, പരിപ്പ് പോലുള്ള ഭക്ഷണങ്ങൾ, ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളെല്ലാം. നമ്മുടെ മധുരക്കിഴങ്ങ് നല്ലൊരു പ്രീബയോട്ടിക് ഭക്ഷണമാണ്. സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനകത്തുള്ള ബാക്ടീരിയകൾ വളരും. കുടലിനകത്തുള്ള ബാക്ടീരിയകൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കും. ബെനിഫിഷ്യൽ ബാക്ടീരിയയാണ് നമുക്ക് ദഹനത്തിന് സഹായിക്കുന്നത്, ഭക്ഷണത്തിനകത്തുള്ള പല വിഷവസ്തുക്കളെയും നിർവീര്യമാക്കുന്നത്, കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത്, അലർജി കുറയ്ക്കുന്നത്, അമിതവണ്ണം കുറയ്ക്കുന്നത്, കരളിന്റെ ആരോഗ്യത്തിന്, നിങ്ങൾക്ക് പ്രമേഹ രോഗം നിയന്ത്രിക്കുന്നതിന് എല്ലാം കുടലിന്റെ ബാക്ടീരിയകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിനേറെ അൽഷീമേഴ്സ് പോലെ മറവി രോഗം വരാതെ ചേർക്കുന്നതിന് പോലും കുടലിനകത്തുള്ള ബാക്ടീരിയകൾ വേണം. രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ വേണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ വയറിനകത്തുള്ള ബാക്ടീരിയകൾ കേടാകുന്ന ചില ഹെവി ആയിട്ടുള്ള മരുന്നുകൾ കഴിച്ചാൽ ആ മരുന്നിന്റെ തൊട്ട് പറയുക അലർജി രോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പലർക്കും വരുന്നതിന് കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. പ്രോബയോട്ടിക് ഭക്ഷണം നമ്മുടെ നാട്ടിലെ ഏറ്റവും ചിലവ് കുറഞ്ഞതെന്ന് പറയുന്നത് മോരും തൈരുമാണ്. ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക് കേട് വാങ്ങി കഴിക്കാം, അല്ലെങ്കിൽ യോഗേർട്ട് വാങ്ങി കഴിക്കാം. ഇതിനകത്തെല്ലാം വയറിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ നമ്മൾ കൃത്രിമമായി സിന്തസൈസ് ചെയ്ത് ബാക്ടീരിയകൾ നിറഞ്ഞ തൈരും യോഗേർട്ടും എല്ലാം വാങ്ങുന്നതാണ്. ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് വാങ്ങി കഴിക്കാം. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ
നമ്മുടെ ക്യാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന സോറോപ്രാറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഭക്ഷണമുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം. ഇതും മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണ്. നമുക്ക് ബീട്രൂട്ട് ഉപയോഗിച്ച് ബീട്രൂട്ടിനെ പുളിപ്പിച്ചിട്ട് നമുക്ക് പ്രോബയോട്ടിക് ഭക്ഷണം ക്രിയേറ്റ് ചെയ്യാം. അതും നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും, കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ. അതേപോലെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ. പലപ്പോഴും അച്ചാർ എന്ന് പറയുമ്പോൾ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത് നിറയെ ഉപ്പും എരിവും കളറും ഒക്കെ ചേർത്തിട്ട് വരുന്ന പാക്കറ്റിൽ കിട്ടുന്ന കുപ്പിയിൽ വരുന്ന അച്ചാറല്ല ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ നിങ്ങളുടെ അമ്മയും മുത്തശ്ശിയും എല്ലാം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് മാങ്ങ, നാരങ്ങ, അതേപോലെ തന്നെ ഇപ്പം നെല്ലിക്ക പോലുള്ള ലഘു പഴങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് ഒരു മികച്ച പ്രോബയോട്ടിക് ഭക്ഷണമാണ്. ഇത്തരം ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കുടലിനകത്തുള്ള ബാക്ടീരിയകളെ പരിപോഷിപ്പിക്കും. ഡോക്ടർ, ടങ്ങിന് മുറിവ് പോലെ പാട് ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് സ്റ്റൊമക്ക് ഡൈജഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ? നാവില് നമുക്ക് ടങ് മാപ്പിംഗ് എന്ന് പറയും. ടങ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നാവ് നീട്ടിക്കഴിഞ്ഞാൽ നാവിനകത്ത് അവിടെ ഇവിടെ ഇങ്ങനെ പാച്ചായിട്ട് മ്യൂക്കസ് മെമ്പറൈൻ പോയിരിക്കുന്നതാണ്. ചിലർക്ക് ഇത് കുഴപ്പമുണ്ടാവില്ല. ചിലർക്ക് ഇതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ വായിക്കാത്ത ഭക്ഷണം എന്തെങ്കിലും വയ്ക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എരിവ് അനുഭവപ്പെട്ടു വരാം. ഇത്തരം പ്രോബ്ലംസ് നമുക്ക് കൂടുതലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വയറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ സംഭവിക്കാം. ചിലർക്ക് ജന്മനാൽ തന്നെ ഈ ഒരു ടെൻഡൻസി കണ്ടുവന്ന് വരാറുണ്ട്. ചിലർക്ക് വായിക്കാത്ത വരുന്ന ചില ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷന്റെ ടെൻഡൻസി ഉണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിക്കാണ് ഇത്തരക്കാർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രശ്നം വരും. പലപ്പോഴും വായിക്കാത്ത വരുന്ന അൾസർ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് ഇത്തരം പ്രോബ്ലംസ് വന്നു വരാം. ഓട്സ് ആസിഡിറ്റി വരുത്തുമോ ഡോക്ടർ? ഇല്ല. ഓട്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ്. പക്ഷേ ഓട്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഓട്സ് എന്ന ഒരൊറ്റ ലേബൽ കൊണ്ട് അത് കംപ്ലീറ്റ്ലി ആരോഗ്യകരമാണെന്ന് അർത്ഥമില്ല. ഓട്സ് നമുക്ക് ഒറിജിനലായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സോ വാങ്ങുക. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് ഓട്സ് ഉണ്ട്. ഇൻസ്റ്റന്റ് ഓട്സിന്റെ പ്രത്യേകത നമുക്ക് അല്പം ചൂടുകൾ ഒഴിച്ച് അപ്പോൾ തന്നെ വെന്ത് കിട്ടും, നല്ല രുചിയുമാണ്. അത് ഇതിനകത്തുള്ള ഫൈബേഴ്സ് നീക്കം ചെയ്ത് പോളിഷ്ഡ് ആയിട്ടുള്ള ഓട്സ് ആണ്, പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഓട്സ് ആണ്. നമ്മൾ ഏത് ഭക്ഷണവും പ്രോസസ്സ് ചെയ്യുമ്പോഴും അതിന്റെ ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ മാറിയിട്ട് ദോഷകരമായിട്ടുള്ള വസ്തുത കൂടും. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇങ്ങനെ നിങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണം ഓട്സ് ആണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗ്ലൈസെമിക് ഇൻഡെക്സ് ലെവൽ ഉയരുന്നതിനും നമുക്ക് ഓട്സ് വണ്ണം കുറയ്ക്കാൻ നല്ലത് എന്ന് കരുതി കഴിക്കുമ്പോൾ ഇത് പലപ്പോഴും വണ്ണം കൂട്ടുന്നതിനൊക്കെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് വാങ്ങുമ്പോൾ റോൾഡ് ഓട്സോ ഇല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സോ വാങ്ങുക. ഓട്സ് കഴിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ വേവിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഉപ്പുമാവ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നോക്കുക. നിറയെ പച്ചക്കറികളൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ നോക്കുക. വളരെ ഹെൽത്തിയാണ്. നെഞ്ചരിച്ചിലും വരത്തില്ല, അസിഡിറ്റിയും കുറയും, കൊളസ്ട്രോളും കുറയും, വണ്ണം കുറയാൻ സഹായിക്കും. എൻ്റെ ഹസ്ബൻഡ് ഫീവർ കഴിഞ്ഞ തൊട്ട് വയറിന് പ്രോബ്ലം, എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ബാക്ടീരിയ ലീക്കേജ് ഇഷ്യൂ ആണ് റൂട്ട് കോസ്. എനിക്ക് ക്ലിയർ ആയിട്ടില്ല ചോദ്യമെങ്കിലും അദ്ദേഹത്തിന്റെ അതിനെ ചോദിക്കുന്നത് ഹസ്ബൻഡിന് പനി കഴിഞ്ഞിട്ട് വയറിന് കംപ്ലൈന്റ്. ഇപ്പോഴത്തെ സീസണിലുള്ള പല വൈറസ് രോഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടുണ്ട്. ഈ പനി കഴിയുന്ന സമയത്ത് പനിയോടൊപ്പം വയറുവേദനയും പനി ഒന്ന് കുറയുന്നതിന്റെ പുറകെ വയറിളക്കവും വരാറുണ്ട്. വയറിളക്കം സെൽഫ് ലിമിറ്റിംഗ് ആണ്, 2-3 ദിവസം കൊണ്ട് അത് കുറയാറുണ്ട്. ഡോക്ടർ, ഹയാറ്റസ് ഹെർണിയ എന്നാൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നല്ല ചോദ്യമാണ്. ഹയാറ്റസ് ഹെർണിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നനാളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ഫുഡ് പൈപ്പ് അന്നനാളം നമ്മുടെ ആമാശയമായിട്ട് ചേരുന്ന ഭാഗത്തുള്ള ഒരു സ്ഫിങ്ക്ടർ ഉണ്ട്. ഈ സ്ഫിങ്ക്ടറാണ് നമ്മൾ ഭക്ഷണം കഴിച്ച ഭക്ഷണവും ആസിഡും തിരിച്ച് മുകളിലേക്ക് കയറി വരാതെ ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുന്ന ഈ സ്ഫിങ്ക്ടർ ഏതെങ്കിലും തരത്തിൽ ലൂസ് ആയി കഴിഞ്ഞാലാണ് ആസിഡ് എല്ലാം കൂടി മുകളിലേക്ക് തിരട്ടി വരുന്നത്. സപ്പോസ് നിങ്ങൾക്ക് പതിവായിട്ട് ഈ ഒരു പ്രോബ്ലം വിട്ടുമാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ആസിഡ് മുകളിലേക്ക് വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ആമാശയത്തിന്റെ മുകളിലത്തെ ചെറിയൊരു ഭാഗം കൂടി നമ്മുടെ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ ശ്വാസകോശവും വയറും തമ്മിൽ തിരിക്കുന്ന ഭാഗത്ത് കുട പോലുള്ള ഒരു മസിലുണ്ട്, ഡയഫ്രം എന്ന് പറയും. ഈ ഡയഫ്രത്തിന്റെ ഒരു നടുക്കുള്ള ഹോളിലൂടെയാണ് അന്നനാളം താഴേക്ക് പോകുന്നത്. ഈ ഡയഫ്രത്തിന്റെ ഹോളിൽ കൂടെ ആമാശയത്തിന്റെ ഒരു ഭാഗം കൂടെ മുകളിലേക്ക് തള്ളി നിൽക്കും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, എന്ത് ഭക്ഷണം കഴിച്ചാലും ഇറങ്ങുമ്പോൾ തട്ടി തടഞ്ഞ് ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആസിഡിറ്റി വിട്ടുമാറാതെ നിന്നു വരാം. ഇത് ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ഹയാറ്റസ് ഹെർണിയ. ഹോമിയോപ്പതിയിൽ ഈ കണ്ടീഷന് വളരെ നല്ല ട്രീറ്റ്മെന്റ് ലഭ്യമാണ്. ഗ്യാസ്ട്രൈറ്റിസിന്റെ മെഡിസിൻ കഴിച്ചാൽ തന്നെ നമുക്ക് ഈ പ്രശ്നം മാറും. പ്രോപ്പറായിട്ട് വ്യായാമം ചെയ്താൽ തന്നെ ഈ പ്രശ്നം മാറും. എനിക്ക് ഈ അടുത്ത് മഞ്ഞപ്പിത്തം വന്നിരുന്നു. എനിക്ക് എഗ്ഗും മിൽക്കും കഴിക്കാൻ പറ്റുമോ?
മുട്ട ഡെഫിനറ്റ്ലി കഴിക്കാം. മിൽക്ക് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. കാരണം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് നമ്മുടെ കരളിനുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ ആണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ്. ബി, സി എല്ലാം തന്നെ ഈ പ്രോബ്ലം ഉണ്ടാക്കും. അതല്ലാതെ നിങ്ങൾക്ക് കരളിന് നീർക്കെട്ടുണ്ടാക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കൊണ്ട് സംഭവിക്കാം. ഫാറ്റി ലിവർ രോഗം കൂടി ഇപ്പോൾ നമുക്ക് സിറോസിസ് എന്ന് പറയുന്ന അവസ്ഥ വന്നിരുന്നാലും കരളിനകത്ത് ഇത്തരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാറുണ്ട്. ഏത് പ്രോബ്ലം ആണെങ്കിലും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു തരുന്ന ഡയറ്റ് എടുക്കുക. യൂട്യൂബിലെല്ലാം പലരും പറയുന്ന കേട്ടിട്ട് പലവിധ ഭക്ഷണങ്ങളെല്ലാം കുടിച്ചെന്ന് കരുതിയിട്ട് നമുക്ക് ഈ ലിവറിന്റെ പ്രോബ്ലം മാറത്തില്ല. എന്താണെന്ന് നോക്കി ട്രീറ്റ് ചെയ്യുക. പ്രോട്ടീൻ ഭക്ഷണമായതുകൊണ്ട് മുട്ട കരളിന് കഴിക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, കുടലിന്റെ ഗ്യാസ് പോകാനും കുടല് ക്ലീൻ ആകാനുമുള്ള ഫോർമുല പറയാമോ? ഇതിന് എന്തെങ്കിലും ഫ്ലൂയിഡ് കുടിക്കുന്നതിലൂടെ ഇത് സാധിക്കുമോ? ആക്ച്വലി ഇത് യൂട്യൂബ് പതിവായിട്ട് കാണുന്നവരുടെ ഒരു സംശയമാണ്. ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കലക്കി കുടിച്ചാൽ, ഇപ്പോൾ യൂട്യൂബിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഡ്രിങ്ക് കലക്കി കുടിച്ചാൽ നിങ്ങളുടെ കുടൽ അതോടുകൂടി ക്ലീൻ ആവും. വെറുതെ പറയുന്നത്, വെറുതെ നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്ന മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. ഒന്നും ക്ലിയർ ആകത്തില്ല. കുടല് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ കുടലിനകത്ത് ഒരു ചൂല് പോലെ വർക്ക് ചെയ്യാനുള്ള സാധനം വേണം. അതിന് ഫൈബറുകളാണ്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, തവിട് അടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ. ഇപ്പം നമ്മൾ ചോറ് കഴിക്കുന്നു, വെള്ള അരിക്ക് പകരം തവിട് അടങ്ങിയിട്ടുള്ള നല്ല പുത്തരിയില്ലേ, റെഡ് റൈസോ ബ്ലാക്ക് റൈസോ വാങ്ങി കഴിക്കുക. ഇത് കുടല് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ കഴിക്കാൻ നല്ലതാ. നാരുള്ള ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. നമ്മുടെ കപ്പയില്ലേ, മരിച്ചീനി, ഇവ കഴിക്കാൻ നോക്കുക. നമുക്ക് ഇപ്പോഴത്തെ സീസണിൽ ചക്ക കിട്ടും. ചക്ക, നല്ല പച്ച ചക്ക കറി വെച്ച് കഴിക്കാൻ നോക്കുക. ഇതെല്ലാം കുടലിനെ ക്ലീൻ ചെയ്യുന്ന ചൂല് പോലെ വർക്ക് ചെയ്യുന്ന ഭക്ഷണമാണ്. കുടല് ക്ലീൻ ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി വയറിളക്കുന്നതോ ഏതെങ്കിലും ഡ്രിങ്ക് കുടിച്ച് കുടല് ശുദ്ധാവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് മണ്ടത്തരമാണ്. അതിന്റെ പുറകെ പോകണ്ട. കൃത്യമായി മലശോധന നടത്തിയാൽ തന്നെ നമുക്ക് ഈ പ്രശ്നം ശരിയാവും. വെള്ളം ധാരാളം കുടിക്കുക. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുക, കുടല് ശുദ്ധമാവും. ഡോക്ടർ, ആഫ്റ്റർ സെക്കൻഡ് ഡെലിവറി സി സെക്ഷൻ ആയിരുന്നു. വയറ് തൂങ്ങുന്നത്, പൊതുവെ തടിയില്ല, ബട്ട് വയർ തൂങ്ങുന്നുണ്ട്. അസ്ന, നമുക്ക് ഈ സി സെക്ഷൻ ചെയ്യുന്ന സമയത്ത് വയറിന്റെ ഭാഗത്തുള്ള മസിലുകളിൽ ചിലപ്പോൾ കട്ട് വരാം. ആ ഭാഗത്തുള്ള മസിൽ ഒരല്പം ലൂസ് ആയിരിക്കും. നിങ്ങളിപ്പോൾ വയറിപ്പം പൊതുവെ കുടവയറില്ലാത്ത ആൾക്കാരാണെങ്കിലും സിസേറിയൻ സെക്ഷൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ആ ഒരു പ്രോബ്ലം വരാം. ആ ഭാഗത്തുള്ള മസിലുകൾ ഇച്ചിരി വീക്ക് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വയറിന്റെ വ്യായാമം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. അതും നിങ്ങളുടെ ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കുക. കൃത്യമായിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക. അമിതമായിട്ട് മധുരം, ജ്യൂസ് ഐറ്റംസ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇതെല്ലാം നമുക്ക് കുടലിന്റെ ആരോഗ്യം, ഇത് വയറ്, നമുക്ക് കുടവയറ് കുറയാനും ഈ സി സെക്ഷൻ ചെയ്തവർക്കുണ്ടാകുന്ന വയറിന്റെ പ്രശ്നം മാറാനും സഹായിക്കും. ഡോക്ടർ, സൗണ്ട് റെഡി ആവാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് എന്താണ് സൗണ്ടിന്റെ പ്രോബ്ലം എന്ന് നോക്കണം. ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് അല്ലേ, അസിഡിറ്റി കൊണ്ടും നിങ്ങൾക്ക് ഒച്ചയടപ്പ് വിട്ടുമാറാതെ നിന്നു വരാം. ഏത് കണ്ടീഷൻ കൊണ്ടാണെന്ന് പരിശോധിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ, എനിക്ക് എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് ഗ്യാസ് കയറുന്നു, കൂടാതെ അത് ഒരു മര്യാദയ്ക്ക് വെള്ളം കുടിക്കാൻ പോലും പറ്റുന്നില്ല. ഇടതുവശത്താണ് ഗ്യാസ് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഒരു വശം ചരിഞ്ഞ് പകുതിയുള്ളൂ ഉത്തരം ചോദ്യം. ഇതിനകത്ത് മെയിൻലി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ദഹനക്കേടുണ്ടെങ്കിൽ ആദ്യം അത് മാറാനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്ത് കഴിച്ചാലും അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് കയറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ദഹനക്കേട്, ആമാശയത്തിനകത്ത് ഇൻഫ്ലമേഷൻ, ആമാശയത്തിലെ അൾസർ പോലുള്ള കണ്ടീഷൻ കാണാനുള്ള സാധ്യതയുണ്ട്. ഒരു ഡോക്ടറെ കണ്ട് അദ്ദേഹം നിങ്ങളുടെ ബ്ലഡ് പരിശോധിച്ചിട്ടോ എൻഡോസ്കോപ്പി ചെയ്തിട്ടോ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരും. അതിനനുസരിച്ച് മരുന്നും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വരുത്തുക, പ്രശ്നം നമുക്ക് കുറയ്ക്കാം. ക്രോണിക് ഗ്യാസ്ട്രൈറ്റിസ്, ഇൻജക്ഷൻ, ഹൈ മസിൽ ലോസ് ഇൻ ലെഗ്സ്, ഹാൻഡ്, ഷോൾഡർ, ബട്ടക്സ്, H. pylori പോസിറ്റീവ്. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു, എൻഡോസ്കോപ്പിയിൽ അൾസർ ഉണ്ട്. എൻഡോസ്കോപ്പി ചെയ്തു, USS യൂസ് ചെയ്തു. ഇനി എന്തെങ്കിലും സ്കാൻ ചെയ്യണോ ഡോക്ടർ? മസിൽ പ്രോബ്ലം നന്നായി ഉണ്ട്. മസിൽ വേസ്റ്റിംഗ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മസിൽ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ കുറവും വ്യായാമത്തിന്റെ കുറവും ഒരു പ്രധാന ഘടകമാണ്. കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ കഴിക്കുക, സ്ട്രെസ് കുറയ്ക്കുക. ഈ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പ്രോബ്ലംസ് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഡോക്ടർ, മൈ സൺ ഈസ് 18 years old, Preeti. He is getting thin day by day and he is eating well. What test should we do?
ഒറ്റ കാര്യം ചെയ്താൽ മതി പ്രീതി. എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലം ഉണ്ടോ എന്ന് പ്രധാനമായിട്ടും പരിശോധിക്കുക. തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് പരിശോധിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ വയറിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഹീമോഗ്ലോബിനൊക്കെ നോർമൽ ആണോ എന്ന് പരിശോധിച്ചിരിക്കുക. മെയിൻലി ഇപ്പോൾ കുട്ടി ചെറുപ്പത്തിലെ വണ്ണം ഉണ്ടെങ്കിലും അവന് ഒരുപാട് ഓടുന്ന സ്പോർട്സ് ആക്ടിവിറ്റി ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ മെലിഞ്ഞു എന്ന് വരാം. അച്ഛൻ്റെ അമ്മയുടെയും ജനറ്റിക് മേക്കപ്പ് എങ്ങനെയാണ്? അച്ഛൻ മെലിഞ്ഞിരിക്കുന്ന ആളാണ്, അമ്മയും മെലിഞ്ഞിരിക്കുന്ന ആളാണ്. കുട്ടി വണ്ണം വയ്ക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോഡ് കണക്കിന് ഫുഡ് കഴിച്ചാലും കുട്ടിയുടെ ജീൻ മേക്കപ്പ് അനുസരിച്ച് കുട്ടി മെലിഞ്ഞിട്ടായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ വറീഡ് ആവേണ്ട. പ്രീതി ശ്രദ്ധിക്കേണ്ടത് കുട്ടി ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുന്നുണ്ടോ, മലശോധന ശരിയാണോ, ബ്ലഡിലെ പാരാമീറ്റേഴ്സ് നോർമൽ ആണോ, ആൾ ആക്റ്റീവ് ആണോ.